കൊലപാതകങ്ങൾ നടന്നയിടത്തേക്ക് പിന്നീടൊന്നു പോയാൽ വല്ലാത്തൊരു നിഗൂഢത തോന്നാം. ജീവനായുള്ള നിലവിളികൾ ഉയർന്ന ഇടങ്ങളാണ്. കോട്ടയം തിരുവാതുക്കൽ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം ഉടമയും ഭാര്യയും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് ഒരാണ്ട് പിന്നിടുകയാണ്. അമിത് റാങ് എന്ന ചെറുപ്പക്കാരന്റെ പ്രതികാരക്കലിയിൽ തീർത്തു കളഞ്ഞതാണ്. ഏപ്രിൽ 22 അന്ന് കോട്ടയം നഗരം ഉണർന്നത് ഞെട്ടിക്കുന്ന ഒരു കൊലപാതക വാർത്ത കേട്ടുകൊണ്ടാണ്. വ്യവസായിയായ വിജയകുമാറും ഭാര്യ മീരയും ഈ കാണുന്ന വീടിനുള്ളിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. രാവിലെ 6:30 വീട്ടുജോലിക്കായി എത്തിയ സ്ത്രീയാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ മൃതദേഹം ആദ്യം കാണുന്നത്. നാട്ടുകാരെയും പോലീസിനെയും വിവരമറിയിച്ചു. ജോലിക്കാർ എന്താട്ടോ പറഞ്ഞേ? ഇത്തരത്തിൽ അവിടുത്തെ ചേട്ടനും ചേച്ചിയും മരിച്ചു കിടക്കുവാണ്, നോക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ എത്ര സമയം ആയിക്കണോ? ഈ സമയം 8:15 അല്ലേ? അപ്പോൾ ചേട്ടാണോ പോലീസിനെ വിളിച്ച് പറഞ്ഞേ? അതെ. കോടാലി കൊണ്ട് തലക്കടിച്ചായിരുന്നു കൊലപാതകം. വീടിന് പുറത്തുനിന്ന് കൊലപാതകത്തിന് ഉപയോഗിച്ച കോടാലി പോലീസ് കണ്ടെത്തി. മുഖമൊക്കെ വികൃതമായി കിടക്കാനും ആളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ്. ഈ മുഖത്തൊക്കെ മുഖം നമുക്ക് വല്ലാതെ പരിക്കാണ്. ഈ സാധാരണ ഈ അന്യസംസ്ഥാന തൊഴിലുകൾ നടത്തുന്ന തരത്തിലുള്ള കൊലപാതകമാണ്. അതൊരു ക്രൂരമായ കൊലപാതകം തന്നെ. 10 അടി ഉയരമുള്ള ചുറ്റുമതിൽ, 14ഓളം CCTVകൾ, റിമോട്ട് കൺട്രോൾ ഗേറ്റ്, അങ്ങനെ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാമുള്ള വീട്. പക്ഷേ ഇതെല്ലാം മറികടന്ന് കൊലയാളി വീടിനുള്ളിൽ കയറി. 8 മാസം 9 മാസം അവിടെ ജോലി ഉണ്ടായിരുന്നു. നിങ്ങൾ സാറിൻ്റെ ഫോണോ എന്തോ ഒരു കേസുണ്ടായിരുന്നു. അവൻ ജയിലിലായിരുന്നു പറഞ്ഞു. ഞങ്ങൾക്ക് മോഷണമാണോ? ഇയാളുടെ മൊബൈൽ മോഷ്ടിച്ചതാണോ? വീട്ടിൽ വെച്ച് ഇയാളുടെ മൊബൈൽ മോഷ്ടിച്ചു കേസൊക്കെ ആയിരുന്നു. ഇനി അതാണോ ഒന്നും നമുക്കറിയില്ല. വിജയകുമാറിന്റെ സ്ഥാപനത്തിലെ മുൻ ജോലിക്കാരനായിരുന്ന അസം സ്വദേശി അമിത് റാങ് പോലീസിന്റെ സംശയമുനയിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. വിജയകുമാർ നൽകിയ മോഷണക്കേസ് കാരണം അമിത് 5 മാസം ജയിലിലായിരുന്നുവെന്നും 2 ദിവസം മുൻപാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതെന്നും പോലീസ് കണ്ടെത്തി. കൊലപാതകം നടന്ന രാത്രിയിൽ അമിത് തിരുവാതിക്കലെത്തിയെന്നും CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് മനസ്സിലാക്കി. സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച വിരലടയാളം അമിത്തിൻ്റെതാണെന്ന് പോലീസ് ഉറപ്പിച്ചു. കൊലപാതകം നടന്നതിന് ശേഷം പ്രതി CCTVയുടെ DVRകൾ കൈക്കലാക്കി. സമീപത്ത് തന്നെയുള്ള ഈ കാണുന്ന തോട്ടിൽ DVRകൾ ഉപേക്ഷിച്ചു. തെളിവെടുപ്പ് സമയത്ത് പോലീസ് DVRകളെല്ലാം തന്നെ മുങ്ങി തപ്പിയെടുത്തു. കൃത്യം നടത്തിയ ശേഷം കേരളം വിടാനായിരുന്നു അമിത്തിന്റെ പ്ലാൻ. ഇതിനായി തൃശൂർ മാളയിലെ കോഴിഫാമിൽ ജോലി ചെയ്യുന്ന സഹോദരന്റെ സഹായം തേടി. മാളയിൽ ഒളിവിൽ കഴിയുന്ന സമയത്ത് പോലീസ് അമിത്തിനെ പിടികൂടി. അതും കൊലപാതകം നടന്ന് 24 മണിക്കൂർ കഴിയുന്നതിന് മുൻപ്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. 2024 ഫെബ്രുവരി മുതൽ വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിലും വീട്ടിലും അമിത്തും ഭാര്യയും ജോലി ചെയ്തിരുന്നു. എന്നാൽ 20 ദിവസത്തെ ശമ്പളം കുടിശ്ശികയായി. അടുത്ത മാസം ശമ്പളം തരാമെന്ന് വിജയകുമാർ പ്രതിയോട് പറഞ്ഞു. ഇത് വിരോധത്തിന് കാരണമായി. വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് പ്രതി തന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2.25 ലക്ഷം രൂപയോളം ട്രാൻസ്ഫർ ചെയ്തു. വിജയകുമാർ സൈബർ പോലീസിൽ പരാതി നൽകി. അങ്ങനെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അമിത് ജയിലിലായി. ഭാര്യ ഗർഭിണിയായിരിക്കെയാണ് അമിത് ജയിലിലാകുന്നത്. ഇതിനിടെ ഭാര്യയുടെ ഗർഭം അലസിപ്പോയി. ഇതെല്ലാം വിജയകുമാറിനോടുള്ള പകയ്ക്ക് കാരണമായി. എല്ലാത്തിനും കാരണം വിജയകുമാറാണെന്ന് പ്രതിക്ക് തോന്നി. വിജയകുമാറിനെയും ഭാര്യയും ഇല്ലാതാക്കാൻ അമിത് തീരുമാനിച്ചു. ഇത്തവണ അയാൾക്ക് ശത്രുത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ വസ്തുവകകളൊന്നും വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടില്ല. ഈ DVR മൊബൈൽ ഫോണും അല്ലാതെ വേറെ ഒന്നും മോഷണം പോയിട്ടില്ല. സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ളത് അവിടെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. കൊലപാതകത്തിനായി കോട്ടയം റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവാതിക്കൽ വരെ പ്രതി സഞ്ചരിച്ചത് ഓട്ടോറിക്ഷയിലായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർ ജയേഷ് പ്രതിയെ വളരെ വേഗം തിരിച്ചറിഞ്ഞതും അന്വേഷണത്തിൽ നിർണായകമായി. അന്ന് തിരുവാതിക്കൽ ATMന്റെ വാതിക്കൽ ഇറങ്ങുന്നത്. ഈ കയറുന്ന സമയത്ത് എന്തെങ്കിലും സംശയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, സാധാരണ വേഷം കണ്ടിട്ടാണ് ശ്രദ്ധിച്ചത്. സാധാരണ ഹിന്ദിക്കാരൊക്കെ അങ്ങനെ കയറി പോകാറുള്ളതാണ്. പിന്നെ അന്നൊരു നിക്കറും ഒരു ബനിയനും ഇട്ടിരുന്നു. പെട്ടെന്ന് ആളെ തിരിച്ചറിയാൻ പറ്റുമോ? കൂട്ടുകാരുടെ വാട്സപ്പ് വഴി ഗ്രൂപ്പിനകത്ത് ഫോട്ടോ കണ്ടപ്പോഴത്തേന് തിരിച്ചറിയാൻ പറ്റുകയാണ്. കൊലപാതകം നടത്തിയത് ഒരു പ്രൊഫഷണൽ കൊലയാളിയല്ലെന്ന് ആദ്യദിനം തന്നെ പോലീസ് മനസ്സിലാക്കിയിരുന്നു. മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട കുറച്ച് സാങ്കേതിക വിവരങ്ങൾ അറിയാം എന്നതല്ലാതെ കുറ്റകൃത്യങ്ങളിൽ പ്രതിക്ക് പ്രൊഫഷണൽ അറിവ് ഉണ്ടായിരുന്നില്ല.
കൊലപാതകം നടന്ന 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പ്രതി അമിത് റാങ് നിലവിൽ കോട്ടയം സബ് ജയിലിൽ കഴിയുകയാണ്. കേസിന്റെ വിചാരണ നടപടികൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. കൊലപാതകത്തിന് 1 വർഷം പിന്നിടുമ്പോഴും അതുണ്ടാക്കി ഞെട്ടലിൽ തന്നെയാണ് തിരുവാതിക്കൽ എന്ന ഗ്രാമം ഇപ്പോഴുമുള്ളത്. കോട്ടയത്ത് നിന്ന് വിനോദശ്രീ, മാതൃഭൂമി ന്യൂസ്.